മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ട്. മുംബൈയിലെയും ഡൽഹിയിലേക്ക് ജയിലുകളിൽ പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൈമാറ്റത്തിന് മേൽനോട്ടം വഹിക്കും. ഇന്ത്യക്ക് കൈമാറരുത് എന്ന റാണയുടെ അപേക്ഷ US സുപ്രീം കോടതി തിങ്കളാഴ്ചയാണ് തള്ളിയത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി അനുപമ ശ്രീദേവി ചേരുന്നുണ്ട്. അനുപമ, ഈ പറഞ്ഞതുപോലെ റാണയുടെ അപേക്ഷ തള്ളി അയാളെ ഇന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുമുണ്ട്. ഇനി എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോവുക? എന്നയുടെ നേതൃത്വത്തിലാണോ ഇനി അന്വേഷണം? ജയിലുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്കറിയാം, ഭീകരാക്രമണ സൂത്രധാരനാണ് വരുന്ന റാണ. അപ്പോൾ എത്രത്തോളമാണ് രാജ്യത്തെ ജയിലുകളിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്? എപ്പോഴെത്തിക്കും തുടങ്ങി വിശദമായ വിവരങ്ങൾ അനുപമ. സേതു, ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയോടൊപ്പം ഈ 2008 മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ ആസൂത്രകനായിട്ട് കൺവിക്റ്റഡ് ആയിട്ടുള്ള കുറ്റാരോപിതനായിട്ടുള്ള കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് തഹാവൂർ റാണ. 2011 ഇങ്ങനെ ഒരു കുറ്റവാളിയാണെന്നുള്ളൊരു വിധി US കോടതിയിൽ നിന്നുണ്ടാകുന്നത്. അതിനുശേഷം കൺവിക്റ്റഡ് ആയിട്ടുള്ള തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് വിട്ടുകിട്ടാനായിട്ട് ദീർഘകാലമായിട്ട് ഇന്ത്യ നയതന്ത്ര ശ്രമം നടത്തി വരികയാണ്. ആ ഒരു നയതന്ത്ര ശ്രമത്തിൻ്റെ വിജയമെന്ന് നമുക്കിപ്പോൾ റാണയെ വിട്ടുകിട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് ടൈംസ് അടക്കമുള്ള നാഷണൽ ഏജൻസികൾ നാഷണൽ ന്യൂസ് റിപ്പോർട്ടിങ്ങുകൾ പുറത്തുവിടുന്നതനുസരിച്ചിട്ട് ഇന്ന് തഹാവൂർ റാണയെ ഇന്ന് തന്നെ ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിനായി ഡൽഹിയിലെയും മുംബൈയിലെയും ജയിലുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും വിവിധ നാഷണൽ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ റാണയെ കൈമാറുന്ന പ്രക്രിയയ്ക്കായിട്ട് ഒരു മൾട്ടി ഏജൻസികൾ, അതായത് NIA അടക്കം, NIA ഉണ്ടെന്നാണ് സംഘത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. NIA അടക്കം വിവിധ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു മൾട്ടി ഏജൻസി സംഘം US തിരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ നടപടികൾ എത്തി നിൽക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ ഈ ലോസ് ഏഞ്ചലസിലെ ഒരു ഫെഡറൽ കോടതിയിലാണ് റാണ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അവിടെ നിന്ന് ഇന്ന് തന്നെ റാണയെ ഇന്ത്യയിലേക്ക് അയക്കും എന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ 2008 166 പേർ US പൗരന്മാരുൾപ്പെടെ 166 പേർ കൊല്ലപ്പെട്ട ഒരു മുംബൈ ഭീകരാക്രമണം ഉണ്ടാവുന്നത്. ഇതിൽ കൺവിക്റ്റഡ് ആയതിനു ശേഷം റാണ ഇന്ത്യയിലേക്ക് കൈമാറുന്നു എന്നുള്ളൊരു തീരുമാനം ഉണ്ടാവുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഫെബ്രുവരിയിലെ കൂടിക്കാഴ്ചയോടനുബന്ധിച്ചാണ് റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്നുള്ളൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ സ്ഥിരീകരണം US ഫെബ്രുവരി 11 നടത്തുന്നത്. അതിനുശേഷം തന്നെ 2 തവണ ഈ കൈമാറ്റം തടയണമെന്ന് ആവശ്യപ്പെട്ട് റാണ US സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതിന് റാണ മുന്നോട്ട് വെച്ച കാരണം എന്ന് പറയുന്നത് പാക് പൗരനും മുസ്ലിം വംശജനുമായ താൻ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നീതിപരമായിട്ടുള്ള ഒരു വിചാരണ അല്ലെങ്കിൽ തടവിൽ ആയിരിക്കില്ല താൻ നേരിടേണ്ടി വരിക എന്നുള്ളൊരു കാരണം മുൻനിർത്തിയാണ് 2 തവണ US സുപ്രീം കോടതിയിൽ ഈ കൈമാറ്റം തടയണമെന്ന് ആവശ്യപ്പെട്ട് റാണ സമീപിച്ചത്. പക്ഷേ 2 തവണയും ഇത് തള്ളുകയാണ് ഉണ്ടായത്. ഈ രണ്ടാമത്തെ നടപടി ഉണ്ടായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് ഈ ഇന്ത്യക്ക് കൈമാറാനുള്ള നടപടികൾ അടുത്തെത്തുന്നു എന്നൊരു നീക്കത്തിലാണ് ഇപ്പോൾ US സുപ്രീം കോടതി അടിയന്തരമായി സമീപിച്ചത്. ഇത് തള്ളിയതോടെയാണ് എത്രയും പെട്ടെന്ന് റാണയെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നേറുന്നത്. ഈ ഇന്ത്യയിൽ എത്തിക്കുന്നതിൻ്റെ ആദ്യ ആഴ്ചകൾ റാണ NIA കസ്റ്റഡിയിലായിരിക്കുമെന്നാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു കാലാവധി അതിനുശേഷം ഇത് ജയിലിലേക്കാണ് മാറ്റുന്നതെന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ ഇനി അടുത്ത മണിക്കൂറുകളിലായിരിക്കും പുറത്തു വരിക. ഏതായാലും റാണയെ വിട്ടുകിട്ടുന്നതിനായി മൾട്ടി ഏജൻസി സംഘം, ഒന്നിലധികം സുരക്ഷാ ഏജൻസികളടങ്ങുന്ന സംഘം അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞുവെന്നും നിയമ നടപടികൾ പുരോഗമിക്കുന്നുവെന്നുമാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനാവുന്നത്. ചെയ്തു. ഓക്കെ അനുപമ, വ്യക്തമാണ്. മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കും. അതിനുള്ള നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു. അനുപമയാണ് വിവരങ്ങൾ നൽകിയത്.